വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. എം വിൻസെന്റിനെതിരെ പാർട്ടിതല നടപടിയെടുത്തതിൽ ഉമ്മൻചാണ്ടിക്ക് അതൃപ്തി അറിയിച്ച് കെപിസിസി യോഗത്തിൽ പങ്കെടുക്കാതെ ഉമ്മൻചാണ്ടി കോട്ടയത്തേക്ക് മടങ്ങി. അതേസമയം വിൻസെന്റ് വിഷയം യോഗത്തിൽ ചർച്ച ചെയ്യണമെന്ന കാര്യത്തിൽ കെപിസിസി യോഗത്തിൽ അഭിപ്രായ ഭിന്നത. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, എന്തായാലും വിൻസെന്റ് വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുക തന്നെയാണോ? അഞ്ജു, വിൻസെന്റ് വിഷയത്തിൽ കെപിസിസി യോഗത്തിനകത്ത് ചില നേതാക്കൾ അഭിപ്രായ ഭിന്നത ഉന്നയിച്ചിരുന്നു. എന്നാൽ അവസാനം കെപിസിസി യോഗം ഒരു ധാരണയിലെത്തുകയായിരുന്നു. എം വിൻസെന്റ് MLA-ക്കെതിരെയുള്ളത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് തന്നെ എം വിൻസെന്റിനെതിരെയുള്ള ഈ പോലീസ് നടപടിയെ പ്രതിഷേധിക്കണമെന്നും ആ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ MLA പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കെപിസിസി യോഗം എത്തിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം യോഗത്തിനകത്ത് പറഞ്ഞത്, ഈ എം വിൻസെന്റിനെതിരെ പരാതി വരുന്ന പശ്ചാത്തലത്തിൽ രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം മഹിളാ കോൺഗ്രസിലെ അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പാർട്ടിക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം, അതുകൊണ്ട് തന്നെ രാജിവെക്കണം എന്നുള്ള ഒരു കാര്യം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് യോഗം എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ബി ജെ പി കോഴയുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കെപിസിസി യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി രാജ്ഭവൻ മാർച്ച് UDF നടത്തുന്നുണ്ട് ഓഗസ്റ്റ് 1. അതോടൊപ്പം തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ധർണകളും ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണകളും നടത്താൻ കെപിസിസി യോഗത്തിൽ തീരുമാനമായി. ഈ ഒരു വിഷയത്തിൽ ഉമ്മൻചാണ്ടി, അതായത് പാർട്ടിതല നടപടി നേരത്തെ തന്നെ, അതായത് ഈ വിഷയത്തിൽ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ പാർട്ടിതല നടപടികൾ സ്വീകരിച്ചിരുന്നു. ഈ പാർട്ടിതല നടപടികൾ സ്വീകരിച്ചത് വ്യക്തമായ കൂടിയാലോചന ഇല്ലാതെ ആയിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉമ്മൻചാണ്ടി ഉന്നയിക്കുകയും ഉമ്മൻചാണ്ടി അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് തന്നെ അതൃപ്തി അറിയിച്ച് യോഗത്തിൽ പങ്കെടുക്കാതെ ഉമ്മൻചാണ്ടി മടങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കെപിസിസിയുടെ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് തന്നെയാണ് കെപിസിസിയുടെ തീരുമാനം. ഇപ്പോൾ വിൻസെന്റ് MLA രാജിവെക്കേണ്ടതില്ല, വിൻസെന്റ് MLA-ക്കെതിരെയുള്ള ഈ ഒരു പോലീസ് നടപടി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിൽ പൂർണ്ണ പിന്തുണ നൽകാനാണ് കെപിസിസി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന കേസിൽ കോവള MLA എം വിൻസെന്റിനെ 1 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നെയ്യാറ്റിൻകര കോടതിയുടേതാണ് ഉത്തരവ്. വിൻസെന്റുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, തെളിവെടുപ്പ് ഏതു രീതിയിൽ പുരോഗമിക്കുന്നു? അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോവള MLA എം വിൻസെന്റിനെ വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടുകൊടുത്തത്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം. എന്നാൽ 5 ദിവസത്തേക്ക് കസ്റ്റഡി കോടതി അനുവദിച്ചില്ല. പകരം നാളെ വൈകിട്ട് 3 മണിക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ പറഞ്ഞുകൊണ്ട് കേവലം 24 മണിക്കൂർ മാത്രമാണ് വിൻസെന്റിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. 2 പീഡനം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ച് വിൻസെന്റിനെ തെളിവെടുക്കേണ്ടതുണ്ട്. എന്നാൽ കോടതിയിൽ നിന്ന് വളരെ സമർത്ഥവും നാടകീയമായ നീക്കത്തിലൂടെ പോലീസ് വിൻസെന്റിനെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. മാധ്യമപ്രവർത്തകരുടെ കണ്ണിൽ പെടുന്നതിന് മുമ്പായി വിൻസെന്റുമായി യാത്ര ചെയ്യുന്ന കോൺവോയ് സ്പ്ലിറ്റ് ചെയ്ത് 2 റോഡുകളിലേക്ക് ഓടിച്ചു. മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ തൊട്ടു പിന്നാലെ ചേസ് ചെയ്തെത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത്, ആ കാറിൽ ഉണ്ടായിരുന്നത് വിൻസെന്റ് ആയിരുന്നില്ല. തുടർന്ന് വിൻസെന്റുമായി പോയ കാർ ഇപ്പോൾ പോലീസ് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരം ഇപ്പോഴും പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനോ ഫോൺ എടുക്കാനോ തയ്യാറാവുന്നില്ല. വിൻസെന്റിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും എന്നത് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ബാലരാമപുരത്ത് പീഡനം നടന്ന വീട്ടമ്മയുടെ വീടിന് മുമ്പിലായിട്ടാണ് നമ്മളുള്ളത്. വിൻസെന്റിനെ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിയിരിക്കുകയാണ്. വിൻസെന്റിനെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ വീട്ടമ്മയ്ക്കെതിരായി ഒപ്പം വിൻസെന്റിന് അനുകൂലമായും വലിയ പ്രകടനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ആകെ ബാലരാമപുരത്ത് പീഡനം നടന്ന ഈ കേന്ദ്രത്തിൽ കാത്തു നിൽക്കുകയാണ്. ശരി, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോവളം MLA വിൻസെന്റിനെതിരെ പോലീസ് കൈക്കൊണ്ട നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് UDF യോഗം വിലയിരുത്തി. വിൻസെന്റ് MLA കുറ്റക്കാരനല്ലെന്നും വിൻസെന്റിന് UDF പൂർണ്ണ പിന്തുണ നൽകുമെന്നും
പി തങ്കച്ചൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിൻസെന്റ് രാജിവെക്കണമെന്ന കോൺഗ്രസ് വനിതാ നേതാക്കളുടെ ആവശ്യം പാർട്ടിയുടേതല്ലെന്നും തങ്കച്ചൻ പറഞ്ഞു. ബിജെപിയുടെ കോഴ അഴിമതി വിഷയത്തിൽ ഉന്നതതല അന്വേഷണം കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും UDF കൺവീനർ ആവശ്യപ്പെട്ടു. വിഭിന്നമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായി മാർക്സിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്ത് കൂടി ആലോചിച്ച് വിൻസെന്റിനെയും UDFനെയും താറടിച്ച് കാണിക്കാൻ വേണ്ടി പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള സ്ത്രീരക്ഷ ആ നിയമം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. നേരത്തെ പാർട്ടി സ്ഥാനം ഇതിൻ്റെയൊക്കെ അന്വേഷണത്തിന് റിപ്പോർട്ട് വരുന്നവരത്തേക്ക് ഒന്ന് ബിജെപി സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന മെഡിക്കൽ കോഴ അഴിമതിയിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. മെഡിക്കൽ കോഴ അഴിമതിയിൽ പാർട്ടിയുടെ പേര് പറഞ്ഞത് തട്ടിപ്പിന് ഒരു ബിജെപി പ്രവർത്തകൻ ശ്രമിച്ചു എന്നത് വസ്തുതയാണെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നടപടി സ്വീകരിച്ചുവെന്നും കുമ്മനം രാജശേഖരൻ പ്രവർത്തകർക്കയച്ച കത്തിൽ പറയുന്നു. ഇനിയും ചില ഇത്തിൽക്കണ്ണികൾ പാർട്ടിയിലുണ്ടെന്നും അവയെയും ഇല്ലാതാക്കുമെന്നും കുമ്മനം പ്രവർത്തകർക്ക് കത്തിലൂടെ ഉറപ്പു നൽകുന്നു. മെഡിക്കൽ കോഴ അഴിമതിയുടെ പേരിൽ പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും കുമ്മനം കത്തിൽ വ്യക്തമാക്കി. ബിജെപി സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന മെഡിക്കൽ കോഴ അഴിമതിയിൽ ബിജെപിയിൽ പൊട്ടിത്തെറിയുണ്ടായിട്ടും കോർ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിക്കെതിരെയും പ്രസിഡന്റിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായിട്ടും ഇതുവരേക്കും പ്രതികരിക്കാതിരുന്ന പാർട്ടി അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് ഇപ്പോൾ ആശുപത്രി കിടക്കയിലിരുന്ന പാർട്ടി പ്രവർത്തകർക്ക് കത്തയച്ചിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകർക്കിടയിലും പാർട്ടി മണ്ഡലം കമ്മിറ്റികളിലും കോഴ വിഷയം ചർച്ചയാവുകയും നേതാക്കൾക്കെതിരെ വിമർശനവും ആക്ഷേപവും വ്യാപകമാവുകയും ചെയ്തതാണ് കത്തയക്കാൻ കുമ്മനത്തെ പ്രേരിപ്പിച്ചത്. കേന്ദ്രഭരണത്തിന്റെയും BJP എന്ന വടവൃക്ഷത്തിന്റെയും തണലിൽ ചില പാഴ്ചെടികൾ വളർന്നുവരാൻ ശ്രമിച്ചു എന്നത് വസ്തുതയാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അവയെ പിഴുതെറിയുകയും ചെയ്തു. ഇനിയും ചില ഇത്തിൽക്കണ്ണികൾ പാർട്ടിയിലുണ്ടെന്നും അവയെയും ഇല്ലാതാക്കുമെന്നും കുമ്മനം പ്രവർത്തകർക്ക് കത്തിലൂടെ ഉറപ്പു നൽകുന്നു. ഒരു ഏകാധിപത്യ പാർട്ടി അല്ലാത്തതിനാൽ അതിന് ജനാധിപത്യപരമായ ചില നടപടിക്രമങ്ങൾ പാലിക്കണമെന്നത് മാത്രം. ആ കാലതാമസമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിനാൽ ഇതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ലെന്നും കത്തിൽ പറയുന്നു. ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ ചുവടുപിടിച്ച് BJP കേരള ഘടകം മുഴുവൻ അഴിമതിക്കാരും തട്ടിപ്പുകാരുമാണെന്ന് പ്രചരിപ്പിക്കുന്നവരെ നാം കരുതിയിരിക്കണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു അഴിമതിയല്ല. കേന്ദ്ര സർക്കാരിനോടോ BJPയോടോ ഇതിന് ബന്ധവുമില്ല. മറിച്ച് വ്യക്തി അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക തട്ടിപ്പ് ശ്രമമായിരുന്നു. അതിലെ പ്രധാന പങ്കാളികൾക്ക് BJPയുമായി ഒരു ബന്ധവുമില്ലെന്നും ഇതിനകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥിതിയും ഭരണകൂടവുമാണെന്നും കുമ്മനം വ്യക്തമാക്കി. ആരോപണ വിധേയനായ വ്യക്തി മൂലം കേന്ദ്ര സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും അവിഹിതമായ നേട്ടമുണ്ടായിട്ടില്ല. പൊതുഖജനാവിന് നഷ്ടവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തെ ഫണ്ട് വിനിയോഗത്തെപ്പറ്റിപ്പോലും ആരോപണം ഉയർത്തിവിടുന്നത് ഗൂഢോദ്ദേശത്തോടെയാണ്. വലിയ ഗൂഢാലോചനയുടെ ഫലമായാണ് നമുക്കെതിരെ വ്യാപകമായ പ്രചരണം നടക്കുന്നത്. എങ്ങനെയും BJPയെ തകർക്കണമെന്ന് ചിന്തിക്കുന്നവരുടെ വലയിൽ വീഴാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. അതോടൊപ്പം വ്യാജ പ്രചരണങ്ങളിൽപ്പെട്ട അവിശ്വാസത്തിന്റെ അന്തരീക്ഷമുണ്ടാക്കാനും ഇടയാക്കരുതെന്നും കുമ്മനം കത്തിൽ അഭ്യർത്ഥിക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായി KT റബിയുള്ളയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അസ്ലം ഗുരുക്കളും കൂട്ടാളികളും അറസ്റ്റിൽ. 7 പേരാണ് പോലീസ് പിടിയിലായത്. റബിയുള്ളയുടെ അടുത്ത സുഹൃത്തായ തന്നെ ബന്ധുക്കൾ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് അസ്ലം ഗുരുക്കൾ ആരോപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് റബിയുള്ളയുടെ കോഡൂരിലെ വസതിയിലെത്തി തട്ടിക്കൊണ്ടുപോവാൻ ശ്രമം നടന്നത്. 3 വാഹനങ്ങളിലെത്തിയ സംഘം വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ഇതിനിടെ നാട്ടുകാർ 4 പേരെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. BJP ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അസ്ലം ഗുരുക്കൾ ഉൾപ്പെടെ 3 പേരെ കോഴിക്കോട്ട് നിന്നാണ് പിടികൂടിയത്. 2 തോക്കുകളും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഒരു ദുരിതത്തോടുകൂടിയാണ് അവിടെ കയറിയെന്നുള്ളതാണ് പോലീസിന്റെ മനസ്സിലാവുന്നത്. അയാളെ തട്ടിക്കൊണ്ടുപോയി എന്തോ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്. അതപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. റബിയുള്ളയുടെ ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. എന്നാൽ അസ്ലം ഗുരുക്കൾ റബിയുള്ളയുടെ സുഹൃത്താണെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്നുമാണ് അവകാശപ്പെടുന്നത്. റബിയുള്ളയെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനെത്തിയതാണെന്നും സംഘം പോലീസിനോട് പറഞ്ഞെങ്കിലും മുഖവിലക്കെടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സൈനിക കോഴ തട്ടിപ്പിൽ BJP നേതാവ് MP രാജൻ കോഴ വാങ്ങിയതായി സ്ഥിരീകരണം. കക്കട്ടിലെ BJP പ്രവർത്തകനായ അശ്വന്തിൽ നിന്നും MP രാജൻ പണം വാങ്ങിയതായി ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി P. രാജേഷ് വ്യക്തമാക്കി.
കോഴയല്ല റിക്രൂട്ടിംഗ് ഏജൻസിക്കുള്ള ഡൊണേഷൻ എന്നും വിശദീകരണമുണ്ട്. രാജേഷിന്റെ ശബ്ദരേഖ പീപ്പിൾ TV പുറത്തുവിട്ടു. സൈന്യത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് BJP മേഖലാ സെക്രട്ടറി MP രാജൻ BJP പ്രവർത്തകരിൽ നിന്നും കോഴ വാങ്ങിയ വാർത്ത കഴിഞ്ഞ ദിവസം പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. കുറ്റ്യാടി പോലീസ് രാജനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് രാജൻ പണം വാങ്ങിയതായി സ്ഥിരീകരിക്കുന്ന ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PE രാജേഷിന്റെ ശബ്ദരേഖ പുറത്തുവന്നത്. പരാതിക്കാരനായ അച്യുതിൽ നിന്നും രാജൻ പണം കൈപ്പറ്റിയെന്നാണ് രാജേഷ് സമ്മതിക്കുന്നത്. എന്നാൽ കൈക്കൂലിയല്ല, റിക്രൂട്ടിംഗ് ഏജൻസിക്ക് നൽകാനുള്ള ഡൊണേഷനാണെന്നാണ് വാദം. രാജേഷിന്റെ ശബ്ദരേഖ പീപ്പിൾ പുറത്തുവിട്ടു. പട്ടാളത്തിൽ നിന്നും റിട്ടയർഡ് ചെയ്ത കുറെ കേണൽമാരുമെല്ലാം ചേർന്ന് നടത്തുന്ന ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് പരിശീലനം ലഭിച്ച 100% ആളുകൾക്ക് അല്ലെങ്കിൽ 90% ആളുകൾക്കും ജോലി സാധ്യത ഉറപ്പാണ്. അതിനവിടെ ഡൊണേഷൻ ആവശ്യമുണ്ട്. നമ്മളിത് കൈക്കൂലി എന്ന് വിളിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയിലെ 5 ലക്ഷം രൂപ വരെ അവർ മേടിക്കുന്നുണ്ട്. പക്ഷേ രാജേട്ടൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും രാജേട്ടൻ്റെ സ്വാധീനം കൊണ്ടും BJPയിൽ അറിയപ്പെടുന്ന നേതാവായതുകൊണ്ടും 1.5 ലക്ഷം രൂപ അവിടെ ചെലവ് വരുമെന്നും ആ പൈസ കൊടുത്താൽ ഈ ചെറുപ്പക്കാരന് അവിടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പരിശീലനം കൊടുക്കാമെന്നും അവർ പറഞ്ഞു. അങ്ങനെ അവർ 1 ലക്ഷം രൂപയുമായിട്ട് രാജേട്ടൻ്റെ കെയർ ഓഫിൽ ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പൈസ കൊടുക്കുന്നു. 40,000 അവർ ഡയറക്റ്റ് ആയിട്ടും 1 ലക്ഷം രാജേട്ടൻ്റെ മുഖാന്തരവും കൊടുത്തു. രാജനെ ന്യായീകരിച്ചുകൊണ്ട് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുവാനാണ് രാജേഷ് ശബ്ദരേഖ തയ്യാറാക്കിയത്. എന്നാൽ ഇത് രാജന് തന്നെ കുരുക്കായി മാറിയിരിക്കുകയാണ്. BJPയുടെ സൈനിക കോഴ സ്ഥിരീകരിക്കുന്ന ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയിലുള്ളത്. MP രാജന് പുറമെ മറ്റ് നേതാക്കൾ കൂടി ഈ കോഴയിൽ പങ്കുണ്ടെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. BJP നേതാവ് PK കൃഷ്ണദാസിന് താൻ 2013 1 കോടി രൂപ നൽകിയെന്ന സുധീഷ് മിന്നിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വിദേശ മലയാളിയും വ്യവസായിയുമായ K മുരളീധരൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ പ്രവർത്തന ഫണ്ടായി 5 ലക്ഷം രൂപ മാത്രമാണ് താൻ നൽകിയിട്ടുള്ളൂ എന്നും മുരളീധരൻ പറഞ്ഞു. പീപ്പിൾ TVയിൽ ചർച്ചയിൽ പങ്കെടുത്ത സുധീഷ് മിന്നി മുരളീധരനെതിരെ കഴിഞ്ഞ ദിവസം ആരോപണമുന്നയിച്ച സാഹചര്യത്തിലാണ് മുരളീധരന്റെ വിശദീകരണം. അഴിമതിയിൽ മുങ്ങിയ സംസ്ഥാന ഘടകത്തെ ഉടച്ചു വാർത്താ ആരോപണങ്ങൾ ഒതുക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയ സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്തും. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉടൻ കേരളത്തിലെത്തും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര നേതാവ് BL സന്തോഷിനെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയെന്നും മുഖം രക്ഷിക്കുന്നതിനെക്കുറിച്ചും അമിത്ഷായുടെ ഓഫീസ് ആലോചിക്കുന്നുണ്ട്. കേന്ദ്ര നേതാക്കളായ H. രാജ, BL സന്തോഷ്, നളിൻകുമാർ കട്ടിൽ എന്നിവർക്കാണ് കേരളത്തിന്റെ സംഘടനാ ചുമതല. ഇതിൽ BL സന്തോഷ് V. മുരളീധര ഗ്രൂപ്പിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മാറ്റം. അഴിമതി നേരത്തെ കണ്ടെത്താൻ മറ്റ് കേന്ദ്ര നേതാക്കൾക്ക് കഴിഞ്ഞില്ല. കുമ്മനം രാജശേഖരന്റെ പ്രവൃത്തികളും ദുരൂഹം. കേന്ദ്ര നേതൃത്വം അറിയാതെയാണ് പാർട്ടി ബന്ധം ഇല്ലാത്ത ഉപദേശകരെ നിയമിച്ചത്. മെഡിക്കൽ കോളേജ് അഴിമതി പോലും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാതെ രഹസ്യമായ അന്വേഷണ സംഘത്തെ നിയമിച്ചതിനെക്കുറിച്ച് കുമ്മനം നൽകിയ വിശദീകരണത്തിൽ അമിത്ഷാ തൃപ്തനല്ല. ഈ സാഹചര്യത്തിൽ അമിത്ഷാ കേരളത്തിലെത്തും. ഒക്ടോബറിൽ കേരളത്തിൽ എത്താനാണ് അമിത്ഷാ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. അഴിമതിയുടെ പശ്ചാത്തലത്തിൽ സന്ദർശനം നേരത്തെയാക്കും. അതിനു മുൻപ് സംസ്ഥാന ഘടകത്തെ അടിമുടി അഴിച്ചുപണിയും. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി കേന്ദ്ര നേതൃത്വം നൽകിയ വൻതുക കേരള നേതാക്കൾ മുക്കിയതിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം അന്വേഷണം ആരംഭിച്ചു. കോടിക്കണക്കിന് രൂപയാണ് ഓരോ മണ്ഡലത്തിലും ചിലവഴിച്ചത്. എന്നാൽ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് തുച്ഛമായ തുക മാത്രം. കുമ്മനം രാജശേഖരൻ, കേന്ദ്ര നേതാക്കൾ എന്നിവർ ഉൾപ്പെട്ട സമിതിക്കായിരുന്നു തുക വിനിയോഗത്തിന്റെ ചുമതല. അവർ ഇതുവരെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് സഹായത്തിന് നിയോഗിക്കപ്പെട്ട RSS നേതാക്കളും ഫണ്ട് മുക്കാൻ കൂട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. അടുത്ത മാസം 8 വരെയാണ് റിമാൻഡ് നീട്ടിയത്. വിശദാംശങ്ങൾ നികേഷ് നൽകും. നികേഷ്, വിശദാംശങ്ങൾ. അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ദിലീപിന്റെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 8 വരെ നീട്ടിയത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. കഴിഞ്ഞ മാസം 10-നാണ് ദിലീപ് അറസ്റ്റിലായത്. 11-ന് ദിലീപിനെ മജിസ്ട്രേറ്റിനെ മുമ്പിൽ ഹാജരാക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് 14 ദിവസത്തേക്കുള്ള റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ദിലീപിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. അടുത്ത മാസം 8-ന് റിമാൻഡ് കാലാവധി അവസാനിക്കും. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. ദിലീപിനെ റോഡ് മാർഗം കോടതിയിൽ എത്തിക്കുന്നതും തിരിച്ച് ജയിലിലെത്തിക്കുന്നതും വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അങ്കമാലി കോടതിയിൽ പോലീസ് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ദിലീപിനെ കോടതിയിൽ ഹാജരാക്കാൻ അനുവദിക്കണമെന്നായിരുന്നു
പോലീസിന്റെ അപേക്ഷ. ഇത് കോടതി ഇന്നലെ അംഗീകരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സ്കൈപ്പ് സംവിധാനം വഴി ദിലീപിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ദിലീപിനോട് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ദിലീപിന്റെ റിമാൻഡ് കാലാവധി നീട്ടുകയായിരുന്നു. അതോടൊപ്പം തന്നെ കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചു. ജാമ്യാപേക്ഷയിൽ ആദ്യഘട്ടം വാദം പൂർത്തിയായി. ഈ കേസിൽ പൾസർ സുനിയെ ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള തെളിവുകൾ ഇല്ലെന്നും 376 വകുപ്പ് ഈ പൾസർ സുനിക്കെതിരെ നിലനിൽക്കില്ലെന്നുമാണ് പൾസർ സുനിക്ക് വേണ്ടി ഹാജരായ BA ആളൂർ വാദിച്ചത്. അതേസമയം തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സുരേഷൻ ചില വാദമുഖങ്ങൾ നിരത്തി. ഈ ഘട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ പ്രതിഭാഗത്തിന് നൽകരുതെന്നും ഇരയുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നതിനായി കേസിലെ തുടർ നടപടികൾ, കേസിന്റെ വിചാരണ നടപടികൾ ഇൻ ക്യാമറ രഹസ്യാത്മക സൂക്ഷിക്കുന്നതിനായി ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിലേക്ക് നീങ്ങണമെന്നും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സുരേഷൻ കോടതിയെ അറിയിച്ചു. കേസിൽ വാദം നാളെ, ജാമ്യാപേക്ഷയിൽ വാദം നാളെ ഉച്ചയ്ക്ക് തുടരും. ശരി, നികേഷാണ് വിവരങ്ങൾ നൽകിയത്. പൾസർ സുനിയെ തെളിവെടുപ്പിനായി ചേർത്തലയിൽ എത്തിച്ചു. താൻ പറയുന്നത് സത്യമാണെന്നും കൂടുതൽ പേർ ഇനിയും കുടുങ്ങുമെന്നും സുനി പറഞ്ഞു. സുനി പറയുന്നതെല്ലാം കള്ളമാണല്ലോ. സുനി ഇന്ന് പറയുന്നതല്ലോ നാളെ പറയുന്നത്. ഞാൻ മാറ്റി പറയണമെന്നുള്ളൂ. സുനി ഇനി സ്രാവളല്ലോ ഉണ്ടോ? സുനി ഇനി സ്രാവം വഴി വരും. യുവനടിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന പരാതിയിൽ സംവിധായകൻ ജീൻ പോൾ ലാലിനെതിരെയും നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെയും പനങ്ങാട് പോലീസ് കേസെടുത്തു. അഭിനയിച്ചതിന് പ്രതിഫലം ആവശ്യപ്പെട്ടപ്പോൾ അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്ന യുവനടിയുടെ പരാതിയിലാണ് കേസ്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും യുവനടി സാഹചര്യം മുതലെടുക്കുകയാണെന്നും സംവിധായകൻ ലാൽ പ്രതികരിച്ചു. ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത ഹണി ബി 2 ചിത്രത്തിൽ അഭിനയിച്ച യുവനടിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അഭിനയിച്ചതിന് പ്രതിഫലം ചോദിക്കാനെത്തിയപ്പോൾ കൊച്ചി പനങ്ങാട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ജീൻ പോളും സുഹൃത്തുക്കളായ നടൻ ശ്രീനാഥ് ഭാസി, അനൂപ്, അനിരുദ്ധ് എന്നിവർ അപമര്യാദയായി സംസാരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. അഭിനയിച്ചതിന് പ്രതിഫലവും നൽകിയില്ലെന്നും പരാതിയിലുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയെടുത്ത പോലീസ് ജീൻ പോൾ ലാൽ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തു. വഞ്ചനാകുറ്റത്തിനും സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിനുമാണ് കേസ്. വരും ദിവസങ്ങളിൽ ഇവരെ പോലീസ് ചോദ്യം ചെയ്യും. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരി സാഹചര്യം മുതലെടുക്കുകയാണെന്നും ജീൻ പോളിന്റെ പിതാവും സംവിധായകനുമായ ലാൽ പ്രതികരിച്ചു. ആ സ്ക്രിപ്റ്റ് നമ്മൾ ഇവള് പോയത് കൊണ്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം, പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള പടത്തിന് വന്നിട്ടുള്ള ഭാഗം എല്ലാം കാണിച്ചു. അപ്പോൾ അവിടെ പോലീസ് ഓഫീസേഴ്സ് തന്നെ പറഞ്ഞു എന്ത് ഇതിനെന്ത് ഇത്ര കേസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറയും. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണം. പിന്നെ ജീനും അനൂപും TV-യിൽ വന്നിരുന്ന് മാപ്പ് പറയാൻ വേണമെന്ന് പറഞ്ഞു. പള്ളി പറഞ്ഞാൽ മതി. കേസിനെ നിയമപരമായി നേരിടുമെന്നും ലാൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ PU ചിത്രയ്ക്ക് അവസരം നിഷേധിച്ചത് പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ. PU ചിത്രയ്ക്ക് നീതി ഉറപ്പാക്കുമെന്നും അത്ലറ്റിക്സ് ഫെഡറേഷനോട് വിശദീകരണം തേടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പ്രതിഷേധം അറിയിച്ചതിനു പിന്നാലെ ഇടത് MPമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. അപ്പോൾ ആ നടപടി തിരുത്തണം, ചിത്രക്കടക്കം പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ടാക്കണം, യോഗ്യത നേടിയ എല്ലാവരെയും മത്സരത്തിൽ പങ്കെടുപ്പിക്കണം. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമണിഞ്ഞ PU ചിത്രയെ ലണ്ടനിലെ ലോക ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമായതിനിടയിലാണ് നീതി ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര കായിക മന്ത്രി വ്യക്തമാക്കിയത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ചിത്ര ലോക അത്ലറ്റിക്സിലേക്ക് നേരിട്ട് യോഗ്യത നേടിയിരുന്നു. ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞാണ് മലയാളികൾ ഉൾപ്പെട്ട 7-അംഗ സെലക്ഷൻ കമ്മിറ്റി 24-അംഗ ടീമിൽ നിന്ന് ചിത്രയെ ഒഴിവാക്കിയത്. 1500 മീറ്ററിൽ സ്വർണം നേടിയ ചിത്രയെ ഒഴിവാക്കി ആദ്യ 100-ൽ പോലും വരാത്ത താരങ്ങളുടെയും അവരുടെ പരിശീലകർക്കും ലണ്ടൻ ടിക്കറ്റ് നൽകുകയും ചെയ്തു. PU ചിത്രയെ ഒഴിവാക്കിയ നടപടിക്കെതിരെ മുഖ്യമന്ത്രി അതൃപ്തി വ്യക്തമാക്കുകയും സംസ്ഥാന കായിക മന്ത്രി AC മൊയ്തീൻ കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു.
ഇതിന് പിന്നാലെ ഇടത് എംപിമാർ വിജയ് ഗോയലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ചിത്രയ്ക്ക് നീതി ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി അറിയിച്ചത്. ഇക്കാര്യത്തിൽ അത്ലറ്റിക്സ് ഫെഡറേഷനോട് വിശദീകരണം തേടുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. PT ഉഷ, ഷൈനി വിൽസൺ എന്നീ മലയാളി താരങ്ങൾ ഉൾപ്പെട്ട സമിതിയിൽ നിന്ന് തന്നെ PU ചിത്രയ്ക്ക് യോഗ്യതയില്ലെന്ന വിലയിരുത്തലുണ്ടായതാണ് കായിക പ്രേമികളുടെ വേദന ഇരട്ടിയാക്കിയത്. മനുശങ്കർ, ദില്ലി. ശാസ്ത്ര പണ്ഡിതനും വൈജ്ഞാനികനുമായ പ്രൊഫസർ യശ്പാൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നോയിഡയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ നടപ്പാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു പ്രൊഫസർ യശ്പാൽ. ശിശു വിദ്യാഭ്യാസ രംഗത്തും നിർണായകമായ സംഭാവനകൾ നൽകി ഇദ്ദേഹത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, മക്രോണി അവാർഡുകൾ നൽകി ആദരിച്ചിട്ടുണ്ട്. കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആദായ നികുതി ദിനം ആചരിച്ചു. കവടിയാർ അയാക്കർ ഭവനിൽ നടന്ന പരിപാടി M. സമ്പത്ത് IRS ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് KR ഉദയഭാനു, റിട്ടയർഡ് IRS R. മോഹനൻ, സൂര്യകൃഷ്ണമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി ജീവനക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു.